ഫ്രം ഓസ്ലോ. ഹുയാൻ കുഷാങ്ങി ഷാങ്ങോ. നമസ്കാരം, നന്ദി, വണക്കം. ഓ നമ്മൾ ഓസ്ലോന്ന് തിരിച്ച് കോപ്പൻഹേഗൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ചെക്കിങ്ങിന് വേണ്ടി നിൽക്കുവാണ്. തിരിച്ച് റിട്ടേൺ ടു ഓസ്ലോ ടു കോപ്പൻഹേഗൻ. നമ്മുടെ ടിക്കറ്റും നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ ID കാർഡ്, ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമ്മളെ എഗെയിൻ ചെക്കിൻ ചെയ്യിക്കും. ഓക്കെ, നമ്മളിത് ചെക്കിങ് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ക്രൂസിലോട്ട് പോകണം. ഇങ്ങോട്ട് വന്ന് അതേ ക്രൂസ് അതേ സ്ഥലത്ത് അതേപോലെ തന്നെ നിർത്തിയിട്ടേക്കുണ്ട് ഗൈസ്. യെസ്. അപ്പം നമ്മൾ എസ്കലേറ്ററൊക്കെ കയറി നേരെ ഷിപ്പിൻ്റെ അങ്ങോട്ട്, ഷിപ്പിനകത്തോട്ട്. ഗൈസ് നോർഡിക് പോൾ ഗൈസ്, നോർഡിക് പോൾ. ഡെക്ക് 5 നമ്മൾ ഡയറക്റ്റ് കയറി ചെല്ലുന്നത്. നമ്മുടെ ഡെക്ക് 10 ആണ്. 5ൻ്റെ താഴോട്ട് കൂടുതലും കാറുകളും കാര്യങ്ങളൊക്കെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. 5, 6, 7, 8, 9, 10, 11 വരെയുണ്ട്. ഇതാണ് ഡെക്ക് 5ലെ എൻട്രൻസ്. യെസ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും പോലെ ഇവിടെ വന്ന് അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ വന്ന ഷിപ്പ് ആയതുകൊണ്ട് നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മുടെ ഇതിലോട്ട് പോകും. സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെയായിരുന്നു ഗൈസ് നമ്മുടെ ഷിപ്പിൻ്റെ ഇൻറ്റീരിയറൊക്കെ വരുന്നത്. നല്ല ഗോൾഡൻ ഹാൻഡ് റെയിലൊക്കെ വന്നിട്ട് നമ്മൾ കയറി ചെല്ലുന്ന ലാൻഡിങ് സ്പേസൊക്കെ നല്ല ഭംഗിയിൽ ഷിപ്പിൻ്റെ കുറേ പിക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ വിരിച്ചിട്ടുള്ള സ്റ്റെപ്സുകളും കാര്യങ്ങളും. പിന്നെ 7 കഴിയുമ്പോൾ 7 അതുപോലെ ഒരു ലാൻഡിങ് സ്പേസും റിസപ്ഷനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, 10th ഡെക്കിൽ 213 213ാമത്തെ നമ്പർ റൂമാണ് നമുക്ക്. അപ്പോൾ ഇതിനകത്ത് സെൻസർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാർഡ് ചെയ്തിട്ട് പോകാം. കണ്ടോ, നല്ല മ്യൂസിക് കേൾക്കുന്നുണ്ട്. മറ്റേ ടൈറ്റാനിക് ഫിലിമിലൊക്കെ പോലൊരു ഇത്. നമുക്ക് ഡെക്കിൽ കൂടെ ഇങ്ങനെ നടക്കാം. ഈ കൊറിഡോർ ഉണ്ട്. നമ്മുടെ ഷിപ്പ് എടുക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ചാടി ഇറങ്ങി ഓടിയതാണ്. ഇന്നലെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ പുറത്ത് വന്നപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ ഇന്ന് എടുക്കണമെന്ന് വെച്ചാൽ മേളിൽ നിറച്ച ആൾക്കാരാണ് കേസ്. അങ്ങനെ ഓസ്ലോയിൽ നിന്ന് ഷിപ്പ് എടുക്കുകയാണ് കേസ്. ഈ കാസിലൊക്കെയാണ് കേസ് നമ്മൾ കണ്ടത് പോയി. ഗൈസ്, നമ്മൾ ഷിപ്പിൻ്റെ ഡെക്കിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. നമ്മൾ ഓസ്ലോ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈവനിങ് ടൈമാണ്. ഇപ്പോൾ കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഒരു സൺസെറ്റൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. പക്ഷെ ബാക്കിലോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ആൾക്കാരൊക്കെ ഇന്നലെ നമ്മൾ ഈ മോർണിംഗ് ടൈമിൽ നോക്കിയപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ടേബിളിന് ചുറ്റുമൊക്കെ ഇരിക്കുന്നുണ്ട്. ചെറിയ മ്യൂസിക്കും എല്ലാവരും ബിയർ ബോട്ടിൽസും അതുപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില്ല് ചെയ്യുന്ന പോലെ.
ഷിപ്പിൻ്റെ ഒരു ഓവർവ്യൂ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മൾ. ഓക്കെ, ഇത് കണ്ടോ, അത് നമ്മുടെ ഷിപ്പാണ്. നമ്മളുള്ളത് ഇപ്പോൾ 10th ഫ്ലോറിലാണ് ഉള്ളത്. ജസ്റ്റ് മേലത്തെ ഫ്ലോറിൽ കുറച്ച് ലക്ഷൂറിയസ് ആയിട്ടുള്ള വലിയ റൂംസും ചിലതിൽ പൂളുള്ള വ്യൂസ് സീ വ്യൂസ് ഉള്ളതുണ്ട്. അങ്ങനെ ലക്ഷൂറിയസ് ആയിട്ടുള്ള കുറച്ച് സ്വീറ്റ് റൂംസ് ഉണ്ട്. അതാണ് 11th ഫ്ലോറിലുള്ളത്. നമുക്ക് അവിടെ പോയി ഒന്നും കാണാനൊന്നുമില്ല. പിന്നെ ഒരു കോൺഫറൻസ് റൂമും ഉണ്ട് അവിടെ. പിന്നെ ഒരു സ്കൈ ബാർ, ഒരു ബാർ ഏരിയ പോലെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 10th ഫ്ലോറിൽ, നമ്മുടെ ഫ്ലോറിൽ ഇവിടെ ഫുള്ള് റൂംസ് മാത്രമാണ്. 9th ഫ്ലോറിലും ഫുള്ള് റൂംസ് മാത്രമാണ്. നമ്മുടെ റൂം ടൂർ കണ്ടല്ലോ അല്ലേ, കണ്ടിട്ട് വരും. ഓക്കെ, റൂം ടൂർ കാണിക്കാം. അതേപോലെ തന്നെ വരാന്ത എല്ലാം ഒരു ഹോട്ടൽ ഫീലാണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത്. അങ്ങോട്ടേക്ക് ഇവിടെ കാണിക്കാം. ഇങ്ങനെ അപ്പോൾ ഇവിടെ നമുക്കിനി ആദ്യം സ്റ്റെപ്സ് ഇറങ്ങിയപ്പോൾ മെയിനായിട്ട് നമുക്കിനി 7th ഉം 8th ഫ്ലോറും കാണിച്ചു തരാം. 6th ഫ്ലോറിൽ ഇതേപോലെ ഫുള്ളും റെസ്റ്റോറൻറ്റ്സ് ആണ്, സോറി ക്യാബിൻ റൂംസ് ഒക്കെയാണ്. 5th ഫ്ലോറിലും ഫുള്ള് റൂംസ് ആണ്. അതിൻ്റെ താഴെ വരുന്നത് കാർ ഡെക്കാണ്. മീൻസ് നമുക്ക് കാറ് ഷിപ്പിൽ കയറ്റി കൊണ്ടുപോകാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. അപ്പോൾ അതാണുള്ളത്. അപ്പോൾ ഒരു ഓവർവ്യൂ ഇതാണ്. ഡെക്ക് 11, 10, 9, 8, 7 എവിടേക്കാണ് റൂംസ്, റൂം നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെക്ക് 8 വന്നിട്ട് 3 മെയിൻ റെസ്റ്റോറൻറ്റ്സ് എല്ലാം നമ്മൾക്ക് പോയി കാണിച്ചു തരാം. 7 റിസപ്ഷനും ഉണ്ട്. പിന്നെ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു കോഫി ഷോപ്പും ഉണ്ട്. 11 ഒരു സ്കൈ ബാർ ഉണ്ട്. പക്ഷെ അത് അവിടെ ഫുള്ളും മറ്റേ സ്യൂട്ട് റൂംസ് ആയത് കാരണം അധികമൊന്നും ആരും പോകുന്നുണ്ടില്ല. നമ്മളും പോയില്ല. ഡെക്ക് 8 ഇതേപോലെ ഒരു ഓക്കെ റെസ്റ്റോറൻറ്റ്സ് അല്ലാതെ 3 ബാറുണ്ട് അവിടെ. 3 അല്ല 4 ബാർ. അപ്പം നമുക്ക് ഇതൊക്കെ പോയി കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ 8th ഫ്ലോറിൽ വന്നു. കുറച്ച് ബാർസും കുറച്ച് റെസ്റ്റോറൻറ്റ്സും മാത്രമുള്ള ഒരു 8th ഫ്ലോറിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. ഇവിടെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിപ്പിലെ പരിപാടികളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മളിവിടെ എൻ്റർടൈൻമെൻറ്റ് പരിപാടി എന്നുള്ള പോലെ. ഓരോ ബാറിൽ അല്ലെങ്കിൽ ക്ലബിൽ പോലത്തെ ഓരോ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ട്. ലൈവ് മ്യൂസിക് ഉണ്ട്, പാർട്ടി കേസ് ഉണ്ട്, ഹോഴ്സ് റേസ് ഉണ്ട്. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഓൺ ബോർഡ്. പിന്നെ ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ എന്ന് തോന്നുന്നു. നമ്മുടെ ഒരു ക്യാപ്റ്റൻ്റെ ഫോട്ടോയും അല്ല, ഈ ഷിപ്പിൽ ഇതുവരെ ഈ ക്രൂയിസിലെ ക്യാപ്റ്റന്മാരുടെ നെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ക്യാപ്റ്റൻ്റെ ഫോട്ടോയൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും അവരുടെ ഡീറ്റെയിൽസും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഡെക്ക് 8. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഈ ഷിപ്പല്ല, ഒരു വലിയ ഷിപ്പിൻ്റെ ഫുള്ളൊരു സ്കൾപ്ചർ പോലെ ഇവിടെ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതേ അതിൻ്റെ ഒരു വ്യൂ ഇവിടെ ഉണ്ട്.
Straight ahead to number 2. കയറൊക്കെ കണ്ടിട്ട് ഇപ്പം എങ്ങാനും നിന്ന് പോയാലും വേറെ കിടക്കുന്നുണ്ട് ഞാൻ പോകുക. ഇവിടെ വന്ന് റൂം എടുക്കുമ്പോൾ നമുക്ക് വലിയ സ്വീറ്റ് റൂംസ് ഒക്കെ എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അത് അവിടുത്തെ നമ്മുടെ ഷിപ്പിലെ നേരെ ഓപ്പോസിറ്റുള്ള റൂമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു വ്യൂ എടുക്കാൻ വേണ്ടി കയറുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കയറി നോക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ നല്ലൊരു മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒത്തിരി കുറച്ചുകൂടെ ലക്ഷറിയസ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ എന്താ പറയുക ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാനുള്ളതുണ്ട്. ഇവിടെ ഒരു ഡോറും കാര്യങ്ങളും അതുപോലെ വാൾഡ്രോബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ എന്താ പറയുക അങ്ങനെ. പിന്നെ ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളും ഉണ്ട്. സൈഡിൽ ചെയർ, ഒരു ടേബിള്, ബെഡ് സ്വിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്ന് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു ലോങ് വിൻഡോ ഉണ്ട്. അതേപോലെ തന്നെ കട്ടനിട്ട് മറച്ച വേറെ വിൻഡോ ഉണ്ട്. പിന്നെ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും.
അങ്ങനെ വളരെ മനോഹരമായത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും തോന്നി. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഇതൊക്കെ എടുത്തിട്ട് വരാം. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. ഗൈസ് ഇങ്ങനെയാണ് ഡോർമെട്രി വരുന്നത്. സിംഗിൾ, അതായത് 2 ഇത് മാത്രമുള്ളൂ ഡോർമെട്രിയുടെ. ഇപ്പോൾ പതുപ്പൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കാണ്. പക്ഷേ ഈ ഒരു സ്പേസാണ് വരുന്നത്. ടി വിയും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ വാഷ്റൂമും കാര്യങ്ങളും ഉണ്ടാവും. ഇവിടെ ഒരു ചെറിയ ടേബിള്, അങ്ങനെ. പിന്നെ നമ്മുടെ വ്യൂവിൻ്റെ കാഴ്ചകൾ ഓൾറെഡി കണ്ടല്ലോ. അപ്പോൾ അതാണ് ആദ്യം കാണിച്ചത്. കൊമഡോർ ക്ലാസ്സിലാണ് കുറച്ചുകൂടെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ, വിൻഡോ ഒക്കെ ഉള്ളത്. അപ്പോൾ അതെ, നമ്മൾ റിട്ടേൺ ഇറങ്ങുകയാണ്. അപ്പോൾ നേരെ നമുക്ക് പുറത്തോട്ട് പോകാം. ഇവിടെ വേറെ റൂമിൽ ചെയറും കാര്യങ്ങളും. നമുക്ക് ചെയർ തരാത്തൊന്നും കേസ്, അതിനും കൂടെ ഉള്ള സ്ഥലമില്ല. അങ്ങനെ നമ്മൾ ഷിപ്പിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. നമ്മുടെ ക്രൂയിസിൻ്റെ 2 ദിവസത്തെ യാത്ര അവസാനിപ്പിച്ച് ബാക്ക് ടു ഹോം. കുളിച്ചിട്ടില്ല കേസ്, കുളിച്ചിട്ടില്ല. അപ്പം നമുക്ക് 2 മലയാളി ഫ്രണ്ട്സിനെ കിട്ടിയിരുന്നു നമുക്ക് ഷിപ്പിൽ, അതായത് ഓസ്ലോയിൽ നിന്ന് റിട്ടേൺ വരുന്ന വഴിക്ക്. അപ്പോൾ അവരെ കാണിച്ചു തരാം. അവർ ജസ്റ്റ് പുറത്തെത്തുമ്പോൾ റെഡി ആയിട്ട് ഇറങ്ങാൻ നേരത്ത് വരുമ്പോഴത്തേനും കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ തൊട്ട് അവരുടെ കൂടെയായിരുന്നു കമ്പനി അടിച്ച്, ഒരുമിച്ച് ഫുഡ് കഴിച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, കുറേ കത്തിയും വെച്ചു. നമ്മൾ മലയാളീസിനെ അങ്ങനെ അധികം കിട്ടാത്തതുകൊണ്ട് കിട്ടിയപ്പോൾ നമ്മൾ അതന്നെ, അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. ഓക്കെ, ശരി. ഹലോ ഗൈസ്, അതന്നെ നമ്മൾ കോപ്പൻഹേഗൻ തിരിച്ചെത്തിയിരിക്കുന്നു. 2 ദിവസത്തെ ക്രൂയിസ് ട്രിപ്പിന് ശേഷം. അത് തന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ അപ്പോൾ നമ്മൾ ഷിപ്പിലും ഓസ്ലോയിലും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. ഒരു ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിരുന്നു. പക്ഷെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. നമ്മുടെ പുറകിൽ നമുക്ക് ഷിപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാണിച്ചു തരാം. യെസ്, ഇതായിരുന്നു നമ്മുടെ ഷിപ്പ്. അത് നമുക്ക് നല്ല പച്ച കളറിൽ നോർഡിക് പേൾ ഇതൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അതെ, നമുക്ക് മെട്രോ പിടിച്ചാൽ നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ പോയി ഇറങ്ങാം. അപ്പോൾ എന്നും നമ്മൾ വീഡിയോയിൽ പറയുന്ന പോലെ നമ്മൾ ബാക്ക് ടു മെട്രോ. അപ്പം നേരെ ഇതിലോട്ട് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ബൈ.